നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻറ്റ്, ഭീതിയുടെയും കെട്ടുകഥയുടെയും ചരിത്രം. റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻറ്റ് എന്നത് ഇൻ്റർനെറ്റിലെ ഏറ്റവും പ്രശസ്തമായ ക്രീപ്പി പാസ്റ്റ, ഇൻ്റർനെറ്റിൽ പ്രചരിക്കുന്ന ഭാവനാത്മകമായ പേടിപ്പിക്കുന്ന കഥകൾക്ക് പറയുന്നൊരു പേരാണത്. അതിൽ ഒന്നാണ് ഈ റഷ്യൻ സ്ലീപ്പ് എക്സ്പെരിമെൻറ്റ്. ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇതൊരു സങ്കല്പ കഥയാണ് എന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ്. 2010 ഈ കഥ ആദ്യമായി ഇൻ്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം 1940കളുടെ അവസാനത്തിൽ സോവിയറ്റ് യൂണിയനിൽ നടന്ന ഒരു ശാസ്ത്ര പരീക്ഷണമായാണ് ഈ കഥ അവതരിപ്പിക്കപ്പെട്ടത്. 5 രാഷ്ട്രീയ തടവുകാരെ ഒരു പ്രത്യേക വാതകം ഉപയോഗിച്ച് 30 ദിവസം ഉറക്കാതെ വയ്ക്കുക എന്നതായിരുന്നു പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം. ഇത് വിജയകരമായി പൂർത്തിയാക്കിയാൽ അവരെ മോചിപ്പിക്കാമെന്നും ഗവേഷകർ വാഗ്ദാനം ചെയ്തിരുന്നു. ഒരു അടച്ചിട്ട മുറിയിലായിരുന്നു പരീക്ഷണം നടത്തിയിരുന്നത്. ഓരോ ദിവസവും പിന്നിടുമ്പോൾ തടവുകാരുടെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റങ്ങൾ ഭയാനകരമായിരുന്നു. ആദ്യ 5 ദിവസങ്ങൾ സാധാരണ നിലയിലായിരുന്നു. തടവുകാർ പരസ്പരം സംസാരിക്കുകയും അവരുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുകയും ചെയ്തിരുന്നു. 6 മുതൽ 9 ദിവസങ്ങൾക്ക് ശേഷം തടവുകാർക്കിടയിൽ ഭ്രാന്തമായ സംശയങ്ങൾ ഉടലെടുത്തു. അവർ പരസ്പരം സംസാരിക്കുന്നത് നിർത്തി. മൈക്രോഫോണുകളിലൂടെ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുവാനായി തുടങ്ങി. 9ാം ദിവസം ഒരാൾ തുടർച്ചയായി മണിക്കൂറുകളോളം അലറി വിളിക്കുകയുണ്ടായി. ഒടുവിൽ അയാളുടെ ശബ്ദനാളം തകർന്നുപോയി. 10 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ മുറികൾക്കുള്ളിൽ ഭയാനകരമായിട്ടുള്ള നിശബ്ദത പടർന്നു. നിരീക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി മോചനം വേണ്ട എന്ന വിചിത്രമായ മറുപടിയാണ് അവർ നൽകിയിരുന്നത്. തടവുകാർ അവരുടെ തന്നെ മലമൂത്ര വിസർജനം ഉപയോഗിച്ച് നിരീക്ഷണ കണ്ണാടികൾ മറയ്ക്കുകയും ചെയ്തിരുന്നു. 15ാം ദിവസം മുറി തുറന്ന ഗവേഷകർ കണ്ടത് വിവരണാതീതമായ കാഴ്ചകളായിരുന്നു. തടവുകാർ സ്വന്തം ശരീരം തന്നെ കീറിമുറിച്ച് ഭക്ഷിക്കുവാൻ തുടങ്ങിയിരുന്നു. സ്റ്റിമുലൻ്റ് വാതകം നിർത്തലാക്കി ശുദ്ധവായു നൽകിയപ്പോൾ അവർ ഭ്രാന്തമായി അലറുകയും വാതകം തിരികെ നൽകുവാനായി അവകാശപ്പെടുകയും ചെയ്തതായും പറയപ്പെടുന്നു. അമാനുഷികമായ കരുത്തോടുകൂടി അവർ സൈനികരെ ആക്രമിച്ചു. പരീക്ഷണത്തിൻ്റെ അവസാനത്തിൽ അവശേഷിച്ച ഒരേയൊരു തടവുകാരനോട് നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾ നൽകിയ മറുപടി ഇതായിരുന്നു: ഞങ്ങൾ നിങ്ങളിൽ തന്നെയുള്ള ഭ്രാന്താണ്. നിങ്ങളുടെ ഉള്ളിലെ മൃഗതുല്യമായ മനസ്സിൽ ഒളിച്ചിരിക്കുന്ന ഭീകരതയാണ് ഞങ്ങൾ. ഈ കഥ ഇത്രയും പ്രചരിപ്പിക്കുവാൻ ചില കാരണങ്ങളുണ്ടായിട്ടുണ്ട്. ശീതയുദ്ധകാലത്തെ കാലഘട്ടത്തിൽ ലോകമൊട്ടാകെ പല മനുഷ്യത്വ വിരുദ്ധമായ ശാസ്ത്ര പരീക്ഷണങ്ങളും നടന്നിരുന്നു എന്നത് ഈ കഥയ്ക്ക് ഒരു വിശ്വാസ്യത നൽകുന്നു. ഈ കഥയോടൊപ്പം തന്നെ പ്രചരിക്കാറുള്ള വിചിത്രമായ രൂപത്തിൻ്റെ ചിത്രം യഥാർത്ഥത്തിൽ ഒരു ഹാലോവിൻ പാവയുടേതാണ്. എന്നാൽ ഇത് തടവുകാരുടെയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഉറക്കമില്ലായ്മ മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഭയം ഈ കഥ വിപണനം ചെയ്യുന്നു. എന്നാൽ മറ്റൊരു ശാസ്ത്രീയമായ വസ്തുത നോക്കിയാൽ ഇത്രയധികം ദിവസം ഉറക്കമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എന്നതാണ്. ഏകദേശം 72 മുതൽ 100 മണിക്കൂർ വരെ ഉറങ്ങാതിരുന്നാൽ തന്നെ മനുഷ്യന് കാഴ്ചഭ്രമം ഉണ്ടാകുകയും ശരീരം തളർന്നു പോകുകയും ചെയ്യും. കഥയിൽ പറയുന്നത് പോലെ അവയവങ്ങൾ പുറത്തു വന്ന അവസ്ഥയിൽ ഒരാൾക്ക് ജീവിക്കാനോ യുദ്ധം ചെയ്യാനോ സാധിക്കില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.